മിനി കൂപ്പർ കൺട്രിമാൻ അല്ലേ? കൺട്രിമാൻ കൂപ്പർ എസ്. ഒരു 20 lakhs ബഡ്ജറ്റ് കാണുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമുക്കിത് എടുക്കാൻ പറ്റും. ഇതിന് ചെറിയ എമൗണ്ട് ചോദിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ്? നമുക്കൊരു 24 lakhsന് ചെയ്യാൻ പറ്റും. 24 lakhsന് മെർസിഡീസ് പക്ക കണ്ടീഷനാണ്. കാരണം ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയും കൂടിയാണ്. SUV കാറ്റഗറിയിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ GLS കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ GLDയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ വന്നിരുന്ന 350D അല്ലേ? 2 350D അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു Audi A4 ഉണ്ട്. ടോട്ടൽ നമ്മുടെ സ്റ്റോക്കിൽ തന്നെ ഈ ക്ലാസ് 4 കാർ വരും. സ്പോർട്ട് ലൈനാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വെഹിക്കിൾ ആണല്ലോ. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഫാൻസി നമ്പർ ആണ് വണ്ടിയുടെ. 330i എന്ന് പറഞ്ഞാൽ ഒരു 330 തന്നെയാണ് വണ്ടിയുടെ. ഫാൻസി നമ്പർ ആയിട്ട് വരും. നമ്മൾ നേരത്തെ ഒരു റെഡ് കളറിൽ കാണിച്ച CLA 200D അതിന്റെ വൈറ്റ് കളറാണ് വരുന്നത്. E20D. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ലക്ഷറി സെഗ്മെന്റ് സീരീസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മോട്ടോർ വാഗണിലാണ്. മോട്ടോർ വാഗൺ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അസീസ് തന്നെയാണ്. ഹായ്, വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മിനി കൂപ്പറിൽ തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഏതാ മോഡല്? 2018 മോഡലാണ്. 18 മോഡൽ. ഓക്കെ, മിനി കൂപ്പർ കൺട്രിമാൻ അല്ലേ? കൺട്രിമാൻ കൂപ്പർ എസ്. ഓക്കെ, 18 മോഡലാണ്. എങ്ങനെ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കറന്റ് ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ ആണ്? കേരള വെഹിക്കിൾ. പക്ക കേരള വെഹിക്കിൾ ആണ്. കിലോമീറ്റർ നമുക്ക് വരുന്നത് 47,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തത്. 47,000 കിലോമീറ്റർ. ഇതിനു മുമ്പ് അതുപോലെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ വണ്ടികൾക്കും നമുക്ക് സർവീസസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ നമ്മുടെ വെഹിക്കിൾസിനും നമുക്ക് ഹിസ്റ്ററി അവൈലബിൾ ആണ്. എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്. എല്ലാ വെഹിക്കിൾസിനും അല്ല, നമ്മളുടെ ഒരു ന്യൂ ഷേപ്പ് അതായത് ന്യൂ മോഡൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മളുടെ തന്നെ മോട്ടോർ വാഗന്റെ റോഡ് സൈഡ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ മോഡലാണെങ്കിലും ശരി എല്ലാ വെഹിക്കിൾസിലും ഉണ്ടല്ലോ, അവൈലബിൾ. ഓക്കെ, പക്ക കണ്ടീഷനാണ്. കാരണം ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയും കൂടിയാണ്. ഇപ്പൊ ടയേഴ്സ് ഒക്കെ ആയാലും അത്യാവശ്യം നല്ല പ്രൊഫൈലും. നമ്മൾ എടുക്കുന്ന സമയത്ത് ടയർ കുറച്ച് മോശമാണെങ്കിലും ശരി നമ്മൾ പുതിയ ടയറോട് കൂടിയിട്ടാണ് പിന്നെ നമ്മൾ സെയിലിന് ചെയ്യുക. 4 ടയറും റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 60% കണ്ടീഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാലും റീപ്ലേസ് ചെയ്യും. നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ പുതിയൊരു യാത്ര തുടങ്ങുന്നതല്ലേ. എപ്പോഴും ടയർ കണ്ടീഷൻസ് ഒക്കെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യാം. വളരെ നല്ല കാര്യം തന്നെ. എങ്ങനെയാ ഇപ്പോ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? ചെറിയ എമൗണ്ട് ആണ്. 40 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. 40 lakhs. ഓക്കെ, അതിൽ നമുക്ക് അത്യാവശ്യം നല്ല ലോണും കാര്യങ്ങളൊക്കെ കയറുമല്ലോ. ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ലോൺ എമൗണ്ട് ആണ് വരിക. അറിയാലോ, ഇപ്പൊ നമ്മൾ ബാങ്കിന്റെ പ്രൊസീജിയർ ബേസ് ചെയ്തിട്ടാണ് വരിക. എന്നാലും മാക്സിമം ഇതിനൊരു 32 lakhs വരെ ലോൺ അപ്രൂവൽ ആവും. ഓക്കെ, റെഡിന്റെ ഒരുപാട് കളക്ഷൻസ് ആണല്ലേ. അടുത്തത് നമുക്ക് മെർസിഡീസ് നോക്കിയാലോ? എൻട്രി ലെവൽ ആയിട്ടുള്ള CLA അല്ലേ? 200D. ഓക്കെ, ഡീസൽ. ഓക്കെ, ഇതാണ് നമ്മുടെ കുറച്ച് നമ്മുടെ കയ്യിലുള്ള കളക്ഷനിൽ ഇയർ കുറച്ച് പഴക്കമുള്ള മോഡൽ, അതായത് 2016 വരുന്ന മോഡൽ. ഓക്കെ, ഏതാ ഇപ്പൊ ഓണർഷിപ്പ്? എങ്ങനെയാ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ, കിലോമീറ്റർ ആണെങ്കിലോ? കിലോമീറ്റർ ആണെങ്കിൽ 99,000 കിലോമീറ്റർ. 99,000. ഓക്കെ, 1 lakhിൽ വരുമ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമ്മുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളുണ്ട്. കാരണം മേജർ സർവീസ് വരുന്ന സർവീസ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തതാണ്. സർവീസിനുള്ള ഇപ്പൊ പീരിയോഡിക്കലി സർവീസ് വരുന്ന കാര്യങ്ങളിൽ ആ എമൗണ്ട് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ വരും. ഓക്കെ, പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയ എമൗണ്ട് ചോദിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ്? നമുക്കൊരു 24 lakhsന് ചെയ്യാൻ പറ്റും. 24 lakhsന് മെർസിഡീസ്. അതും C ക്ലാസ് അല്ലേ? അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ. അതെ, അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇന്റീരിയർ മൊത്തം ഒരു ഡ്യുവൽ ടോൺ ആണ്. ഇന്റീരിയർ മൊത്തം ഒരു ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. പ്രീമിയം ഇന്റീരിയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ റെഡ് കളർ ആണല്ലോ. റെഡ് കളറാണ്. അതെ, റെഡ് കളർ റെഡ് ആൻഡ് ബ്ലാക്ക് ഡ്യുവൽ ടോൺ കളർ. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ലോ ബഡ്ജറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു 99,000 കിലോമീറ്റർ റൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമുക്കത് 24 lakhs നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്ക് 23 വരെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഓഡി നോക്കിയാലോ? റെഡ് കളറിലാണ് ഓഡി. മിനി കൂപ്പർ കഴിഞ്ഞു, മെർസിഡീസ് കാണിച്ചു, റെഡ് കളറിൽ വീണ്ടും നെക്സ്റ്റ് നമ്മൾ റെഡിലേക്ക് തന്നെ നമ്മളെ അടുത്ത് വന്നിരിക്കുന്നത് ഓഡിയാണ്. ഓഡിനെ ബേസ് Q3 ആണ്. Q3 അല്ലേ? Q3. ഓക്കെ, ഇതും പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിലൊരു ഡാർക്ക് ഇന്റീരിയർ കാര്യങ്ങളാണ്. ഫീച്ചർ ലോഡഡ് ആണ്. ഓക്കെ, എങ്ങനെയാ ഇപ്പൊ മോഡൽ? എങ്ങനെയാ?
2017 ആണ് വരുന്നത്. Okay. അത് കിലോമീറ്റർ 1 lakh കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ കറന്റ് എങ്ങനെയാ ഇപ്പോൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ. സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല അവൈലബിൾ ആണ്. ഓക്കെ. 1 lakh കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടെന്ന് മാത്രമല്ലേ? 1 lakh കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അല്ല അത് പിന്നെ സർവീസ് ക്ലിയർ സർവീസ് പോകുന്ന സമയത്ത് നമുക്ക് 1 lakh ഒരു കിലോമീറ്റർ. അതെ 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 അതെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ നോക്കുന്ന സമയത്ത് 1 lakh കിലോമീറ്റർ ഓടിയ വണ്ടികൾക്ക് കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുള്ളൊരു ആ ഒരു പ്രൈസിംഗിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു 20 lakhs ബഡ്ജറ്റ് കാണുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമുക്കിത് എടുക്കാൻ പറ്റും. ആ റേഞ്ചിലേക്ക് 20 lakhs അല്ല വരുന്നത്. ഇതിന് വരുന്നത് ആസ്കിംഗ് പ്രൈസ് ഇതിന് നമുക്ക് വരുന്നത് 24.5 ആണ് വരുന്നത്. 24.5 lakhs. ഓക്കെ. ഇത് നമ്മളുടെ അറിയുന്ന ഒരു കസ്റ്റമർ വണ്ടിയാണ്. ഓ. അപ്പൊ നമുക്ക് ഇതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് അറിയാം. നമുക്ക് ഓടിയിൽ തന്നെ ഇതിന്റെ ഹിസ്റ്ററി കിട്ടണമെന്നില്ല, നമുക്ക് അങ്ങനെ വേണമെന്നില്ല. നമുക്ക് ആ കസ്റ്റമർ ത്രൂ തന്നെ അറിയുന്നതാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ വേറൊരു കാർ പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമറാണ്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 2017 മോഡൽ. 17 മോഡൽ. ഓക്കെ. 17 മോഡലിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇതിൽ ഏകദേശം നമുക്ക് ലോൺ ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 50 lakhs വരെ ലോൺ ഇതിൽ അവൈലബിൾ. ഓക്കെ. 17 മോഡൽ ആയാലും ഓക്കെ ഓക്കെ. ഓക്കെ. അങ്ങനെ റെഡിന്റെ ഒത്തിരി കളക്ഷൻസ് കാണിച്ച് ഇനിയും മെർസിഡീസിന്റെ തന്നെ കുറെ മോഡൽസ് കാണുന്നുണ്ട്. ഒരുപാട് മോഡൽസ് ഇനിയും വരുന്നുണ്ട്. ഓക്കെ. അടുത്ത് നമ്മളെ ഈ ക്ലാസ്സിലൊരു GLE 250D ആണ് വരുന്നത് ഡീസൽ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. SUV ഒരു SUV കാറ്റഗറിയിൽ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ GLS കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ GLE വന്നിരിക്കുകയാണ് 220D. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? AMG ഗ്രില്ല്. ഗ്രില്ലല്ലേ? ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത്യാവശ്യം 40,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കറന്റ് മോഡൽ ഏതായിരുന്നു? 2018 മോഡൽ. ഓക്കെ. 45,000 അല്ലേ? 45,000. ഓക്കെ. ഓണർഷിപ്പ് തന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. എങ്ങനെയാ ഇപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുമ്പോൾ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ. 55 lakhs ആണ് നമ്മൾ. 55 lakhs അല്ലേ? ഓക്കെ. അപ്പോൾ 55 lakhsന് നമുക്ക് ഇവിടെ ഒരു GLE കിട്ടും. അതും 220D ആണ്. ഒരു ഇന്നോവ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇങ്ങനെ ഒരു 37 ആ റേഞ്ചിലേക്ക് ഒരു ടോപ്പ് ആൻഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട്. കുറച്ചും കൂടി എമൗണ്ട് ഒക്കെ ഒന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം ആയി, അതുപോലെ ബെൻസായി. അത്യാവശ്യം നല്ലൊരു SUV കാറ്റഗറി തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ നല്ലൊരു വെഹിക്കിളും കൂടിയാണ്. ഓക്കെ. അപ്പോൾ നല്ലൊരു GLE 220D ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. നമ്മൾ GLE കാണിച്ച് അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ വന്നിരുന്ന 350D അല്ലേ? രണ്ട് 350D, രണ്ട് ഈ ക്ലാസ്. പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് രണ്ടും എസ് ക്ലാസിന്റെ ഗ്രില്ലാണ് കയറ്റിയിരിക്കുന്നത്. വൈറ്റ് കളറിലാണെങ്കിലും നമ്മുടെ സിൽവറിലാണെങ്കിലും രണ്ടും രണ്ട് കളേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കണം എങ്ങനെയാ? 2018 മോഡലാണ്. 18 മോഡൽ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത്. കേരള വണ്ടിയാണ്. ഓക്കെ. 44,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. 44,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്ത് 24,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. മോഡൽ 2017 മോഡൽ. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. നമ്മൾ വൈറ്റ് കളർ സിംഗിൾ ഓണർഷിപ്പിലാണുള്ളത്. ഈ സിംഗിൾ ഓണർഷിപ്പിന്റെ പ്രൈസിംഗ് എങ്ങനെയാ? ആസ്കിംഗ് പ്രൈസ് 60 lakhs ആണ് വരുന്നത്. 60 lakhs. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിന് വരുന്നത് 60 lakhs ആണെങ്കിൽ ഇതിന്റെ വരുന്നത് 53 lakhs. ഓക്കെ. രണ്ടും സെയിം കാറ്റഗറി തന്നെയാണ്. ഈ ക്ലാസ് തന്നെയാണ്. 350D ആണ് വന്നിരിക്കുന്നത്. പക്ഷേ നല്ലൊരു പെർഫോമൻസ് സെഡാൻ വെഹിക്കിളും കൂടിയാണല്ലോ. ഇതിലൊക്കെ നമുക്ക് പ്ലസ് പറയാനുള്ളത് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മോട്ടോർ വാഗന്റെ റോഡ് സൈഡ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. മോട്ടോർ വാഗൻ വാറന്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. വണ്ടികൾക്കും വരുന്നത്. ഓക്കെ ഓക്കെ. ഒരുപാട് കോംബോ ഇവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. നമ്മളിപ്പോൾ താഴെ നമ്മൾ മറ്റേ GLSന്റെ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ BMന്റെ തന്നെ ഇനിയും നമുക്ക് 2-3 കാസ് ഇവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ. അണ്ടർ ഐ മീൻ ഗാരേജിൽ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത വണ്ടികളല്ല. ടോട്ടൽ നമ്മുടെ സ്റ്റോക്കിൽ തന്നെ ഈ ക്ലാസ് 4 കാർ വരുന്നുണ്ട്. ഓഹോ. അപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്ന 350D ആണ്. രണ്ട് കാസ് അവൈലബിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പും സെക്കൻഡ് ഓണർഷിപ്പിലൊക്കെ വരുന്നതാണ്. പ്രൈസിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അടുത്ത കാർ നോക്കിയല്ലോ. ഓക്കെ. അടുത്ത് മറ്റൊരു BMW അല്ലേ? അതെ. BMW BMW ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഓടിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാറാണ്.
ആ ആ പെട്രോൾ എഞ്ചിൻ 330i. 330 ആയി അല്ലേ? ഓക്കെ ഓക്കെ. സ്പോർട്ട് ലൈൻ ആണ് വരുന്നത്. സ്പോർട്ട് ലൈനാണ് വരുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് വെഹിക്കിൾ ആണല്ലോ. ബ്ലാക്ക് കളറാണോ? ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ. ഓക്കെ. എങ്ങനെ ഇപ്പോൾ മോഡൽ 2017 മോഡലാണ്. 17 മോഡലാണ്. എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ്. കേരള വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് വണ്ടിയാണ്. ഫാൻസി നമ്പർ ആണ് വണ്ടിയുടെ. 330i എന്ന് പറഞ്ഞാൽ ആ ഒരു 330 തന്നെയാണ് വണ്ടിയുടെ. ഫാൻസി നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എങ്ങനെയാ? കിലോമീറ്റർ നമുക്ക് ഇതിന് വന്നിട്ടുള്ളത് 75,000 കിലോമീറ്റർ ആണ് റൺ ചെയ്ത്. 75,000. നേരത്തെ വണ്ടികളൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിനും ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയാ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് എല്ലാം കേരള രജിസ്ട്രേഷൻ ആണ് മെയിൻ ആയിട്ട്. നമ്മളിപ്പോ ചെയ്ത കാണിച്ചത് കേരള രജിസ്ട്രേഷൻ. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? നമുക്കിതിന് റേറ്റ് വരുന്നത് 36 lakhs ആണ്. 36 lakhs ആണ് വരുന്നത്. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം മെയിൻ ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ വണ്ടി. നമ്മളൊരു 330 അന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല. ഈ ഒരു കണ്ടീഷൻ ബേസിൽ എന്തായാലും കിട്ടില്ല. അത്ര വെൽ മെയിൻറ്റൈൻഡ് വണ്ടി. ഓക്കെ. അടുത്ത് ഒരു ഓഡി അല്ലേ? ഓഡി A4. ഓക്കെ. ഏതാ മോഡല്? 2017 ആണ് വരുന്നത്. 2017. ഓക്കെ. ഡോക്ടറിന്റെ സ്റ്റിക്കറും കാര്യങ്ങളും ഡോക്ടർ യൂസ് ആണ്. നമ്മൾ മാർക്കറ്റിൽ അങ്ങനെ പറയില്ല. അപ്പോൾ ഒരുപാട് ഇപ്പൊ ഒന്നാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രശ്നമാണ്. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ. കിലോമീറ്റർ 78,000 ആണ് റൺ ചെയ്തത്. 78,000. ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഡീസൽ അല്ലേ? ഡീസലാണ്. ശരിക്കും ജെന്യൂൻ ആയിട്ടുള്ള ഡോക്ടർ യൂസ് ചെയ്തത് പാലക്കാടുള്ള ഒരു ഡോക്ടർ യൂസ് ചെയ്തതാണ്. ഓക്കെ. ഇത് KL തന്നെയാണ് വരുന്നത്. KL രജിസ്ട്രേഷൻ. നമ്മൾ അധികം സംസാരിച്ചത് എല്ലാം KL രജിസ്ട്രേഷൻ തന്നെയാണ് വന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ എടുത്ത് പറയുന്നുണ്ട്, കാരണം എല്ലാവർക്കും ഒരു സംശയമായിരിക്കും ഇപ്പൊ രജിസ്ട്രേഷൻ എവിടെയാണ് വരുന്നത്, റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. നമ്മുടെ കേരള വണ്ടികൾക്കാണ് ഹിസ്റ്ററി എപ്പോഴും നമുക്ക് അവൈലബിൾ. ഓക്കെ ഓക്കെ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജെന്യൂൻ ഹിസ്റ്ററി, പ്രോപ്പർ ഹിസ്റ്ററി കിട്ടില്ല. ശരിയാണ്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഒരു ഓഡി A4 എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? നമുക്കിതൊരു 30 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് 30 ലക്ഷം ഓക്കെ ഇറക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു ഓഡി A4 ഉണ്ട്. ഈ എക്സ്റ്റീരിയർ കാണുന്ന പോലെ തന്നെയാണ് ഇന്റീരിയർ. അതെ, ഞാൻ കണ്ടു. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. അടുത്ത് നമ്മള് മെർസിഡീസ് വീണ്ടും മനസ്സിലേക്ക് വരുന്നു. ഇതിപ്പോ നമ്മൾ നേരത്തെ ഒരു റെഡ് കളറിൽ കാണിച്ച CLA 200D അതിന്റെ വൈറ്റ് കളറാണ് വരുന്നത്. ഓക്കെ. അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് 2017 ആയിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ 2018 ആണ് മോഡൽ വരുന്നത്. ഡ്യുവൽ ടോൺ ആയിട്ടാണ്. റൂഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്യുവൽ ടോൺ. ഡ്യുവൽ ടോൺ. ഇന്റീരിയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു മോഡൽ. ഏതായിരുന്നു ഇത്? 2018 മോഡൽ. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെ? സെക്കൻഡ് ഓണർഷിപ്പ്. കറന്റ് ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ. നമുക്ക് 2 ഓണേഴ്സിനെ നമുക്കറിയാം. 2 നമ്മളെ കസ്റ്റമേഴ്സിനെ. ഓക്കെ ഓക്കെ. കിലോമീറ്റർ എത്ര റൺ ചെയ്തു? കിലോമീറ്റർ നമുക്ക് 55,000 ആണ് കിലോമീറ്റർ. 55,000. ഓക്കെ ഓക്കെ. 55,000 ഓടിയ ഒരു നല്ല പോളിഷ് ഒക്കെ ചെയ്തത് നല്ല വൃത്തിയുള്ള ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ടയറൊക്കെ ന്യൂ ടയർസ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രൊഫൈൽ ടയർസ് തന്നെ. എങ്ങനെയാ ഇപ്പോൾ ആസ്കിംഗ് പ്രൈസ്? നമുക്കൊരു 28 ലക്ഷം ഉണ്ടെങ്കിൽ 28.5. ഓക്കെ ഓക്കെ. 28.5 ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാർ പർച്ചേസ് ഇറക്കാൻ പറ്റും. 22 lakhs വരെ നമുക്ക് ലോണും കയറും. നല്ല കാര്യം. ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഒരു മെർസിഡീസ് ആണ് കിടക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട റെഡിൻ്റെ സെയിം വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. 200D അല്ലേ? 200D. ഓക്കെ. എൻട്രി ലെവലാണ്. എൻട്രി ലെവൽ വെഹിക്കിൾ. ഓക്കെ. അടുത്തത് അത്യാവശ്യം നല്ലൊരു മെർസിഡീസിൻ്റെ E-ക്ലാസ്. E20D. E220D അല്ലേ? ഓക്കെ ഓക്കെ. ഏതാ മോഡല്? 2017 മോഡൽ. ഒരു യുണീക്ക് കളറും കൂടി. ബ്ലൂ കളർ അല്ലേ? ഓക്കെ. ഇപ്പം എങ്ങനെയാ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ? രജിസ്ട്രേഷൻ ഇത് വരുന്നത് അതർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. PY രജിസ്ട്രേഷൻ ആണ്. PY ആണ്. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഉള്ളത്. ഓക്കെ. കിലോമീറ്റർ ആണെങ്കിലോ? കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 67,000 കിലോമീറ്റർ റൺ ചെയ്തിട്ട്. 67,000. ഓക്കെ. ഇതും PY ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. നമ്മുടെ ആണെങ്കിലും ശരി, രജിസ്റ്റർ ചെയ്താണെങ്കിലും നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. കസ്റ്റമർക്ക് അവിടെ ബിസിനസ് ആയതുകൊണ്ട് അവിടുത്തെ അഡ്രസ്സിൽ ചെയ്തെന്നുള്ളൂ. കേരളത്തിൽ ഫുൾ ടൈം നമ്മുടെ കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അത് ശരി. അതിന് നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി അവൈലബിൾ ആണ്. എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ്? നമുക്കൊരു 39 lakhs കൊടുക്കാം.
ഓക്കെ. ഇൻ കേസ് നമുക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റണമെങ്കിൽ റീആക്കണമെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ? നമുക്ക് റീ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് തന്നെ നമ്മൾ ചെയ്തുതരും. ഓക്കെ. നമുക്ക് ഇവിടുത്തെ ടാക്സ് അടക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഇൻ ഡിഫറൻസ് കേസ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന പ്രൊസീജിയേഴ്സ് തന്നെയാണുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ നല്ലൊരു ഇ ക്ലാസ്സും കൂടി ഇവിടെ അവൈലബിൾ ആണ്. അതും അത്യാവശ്യം നല്ലൊരു യുണീക്ക് ആയിട്ടുള്ളൊരു കളറും കൂടി, ബ്ലൂ കളറ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കളക്ഷൻസ് കാണിച്ചില്ലേ? അതെ. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അതെ അതെ. പിന്നെ അത് കൂടാതെ നമുക്ക് താഴത്തെ ഫ്ലോറിലും ഫ്ലോറിൽ നമുക്ക് വോൾവോ XC90 വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജാഗോർ XF വരുന്നുണ്ട്. വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിനിയുടെ ഇലക്ട്രിക് വേർഷൻ ഒക്കെ താഴെ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളുടെ ബെൻസിന്റെ തന്നെ കൂപ്പ് എഡിഷൻ ഒക്കെ താഴത്തെ ഫ്ലോറിലാണ് വരുന്നത്. നമ്മൾ ഈ ഒരു 2 എപ്പിസോഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസും അതുപോലെ തന്നെ മെർസിഡീസിന്റെ ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞത് എന്തുകൊണ്ട് മോട്ടോർ വാഗൺ ചൂസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം, അസീസിന്റെ നമ്പർ, കമ്പനി നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ. അപ്പൊ കോൺടാക്ട് ചെയ്തോളാം. എന്ത് കാര്യങ്ങളും എൻക്വയറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്ന എക്സാക്ട് ലൊക്കേഷൻ വേണമെങ്കിൽ കാലിക്കറ്റ്, പാവങ്ങാട്, ബംഗാലിക്ക് അടുത്താണ്. പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഷുവർ. സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റു ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സൈനിങ് ഓഫ്.